വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് ആണ് കേട്ടോ. മെയിനായിട്ട് നമ്മൾ ബേസിക്കുള്ള ചെരുപ്പ് എടുക്കാനാണ് പോകുന്നത്. ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പം പിന്നെന്താ അണിച്ച് ഇന്ന് രാവിലെ തന്നെ പോയതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ പെരയ്ക്കാർ കൂടലൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോയതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേഗം റെഡി ആയിട്ടേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് അങ്ങനെ എടുക്കാമെന്ന്. അപ്പോൾ ഫൈസിനും എച്ചസിനും ഒന്നും സെറ്റാക്കിയിട്ടില്ല, ഞാനും ഇതുവരെ റെഡി ആയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ എടുക്കാമല്ലോ. അപ്പോൾ ഇൻട്രോയൊക്കെ പറഞ്ഞതിന് ശേഷം അങ്ങോട്ട് തുടങ്ങാമെന്ന് കരുതി. മെയിനായിട്ട് നമ്മൾ ഫൈസിക്കുള്ള ചെരുപ്പ് എടുക്കാനാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ ചെരുപ്പ് ആകെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയേ പറയാം. എന്നിരുന്നാലും ഇപ്പോൾ തന്നെ റെഡിയാകാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് നിൽക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. അപ്പം സമയമില്ല, വേഗം തന്നെ പോയിട്ട് റെഡി ആയിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈസിനെ അച്ചൂസിനെയൊക്കെ സെറ്റാക്കി ഞാൻ റെഡിയായി കഴിഞ്ഞതേ അണിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അണിച്ച് ഭയങ്കര ബിസിയാണ് കേട്ടോ, വേറൊന്നുമല്ല, പാട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അണിച്ചിക്ക് വണ്ടി കയറുന്നതിന് മുമ്പേ പാട്ട് അങ്ങോട്ട് വെച്ച് കേട്ടാലേ സമാധാനമുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ പാട്ടുകളൊന്നുമില്ല കേട്ടോ, പണ്ടത്തെ മലയാളം സോങ്സ് ഒക്കെ ഇല്ല. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ കേൾക്കുന്നത്. മെയിനായിട്ട് ഫൈസിയും അണിച്ചും കൂടെ കൂടിയിട്ട് അടിയുണ്ടാക്കുന്നത് തന്നെ അതിനാണ്. ഫൈസിക്ക് ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ അങ്ങനെ വെക്കണം. അണിച്ചിക്കാണെങ്കിൽ പഴയ മലയാളം പാട്ടുകളോടാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതാണ് അണിച്ച് വെക്കത്തുള്ളൂ. പിന്നെ രണ്ടുപേരും കൂടെ അടിയൊക്കെ ഉണ്ടാക്കി ഒരു വിധത്തിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പോഴേക്കും നല്ല അടിപൊളി മഴയാണ് കേട്ടോ. അച്ചൂസും ഫൈസും കൊണ്ട് കൂടിയിട്ട് കെട്ടിപ്പിടിച്ചിരുന്ന ആ ഒരു മഴയൊക്കെ അങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. പുറകിൽ എന്തോ ഒരു സീറ്റ് കിടന്നാലും ആൾക്ക് രണ്ടുപേർക്കും എൻ്റെ മടിയിലിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ഫൈസിൻ്റെ മുടി വെട്ടിക്കാനായിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്ഥിരം അവൻ്റെ മുടി ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വെട്ടിക്കുന്നത്. അവിടെ ചെന്നപ്പോഴേക്കും പൊരിഞ്ഞ മഴയായിരുന്നു. പിന്നെ അണിച്ച് അവിടെ നിന്ന് ഒരു കുടയൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എപ്പോഴും തന്നെ അണിച്ച് തന്നെയാണ് കേട്ടോ ഫൈസിയുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. മിക്കപ്പോഴും നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് അവൻ്റെ മുടി വെട്ടിക്കാറുള്ളതും. ഇവിടെ നിന്ന് വെട്ടിക്കഴിയുമ്പോഴേക്കും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ലുക്ക് തോന്നും. അങ്ങനെ അണിച്ച് എല്ലാം പറഞ്ഞ് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് വെട്ടേണ്ടത്, ഏത് രീതിക്കാണെന്നൊക്കെ ആൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഞാൻ അച്ചൂസ് എപ്പോഴത്തേയും പോലെ പോസ്റ്റായിട്ടിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ കാറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും കൂടെ ആയിട്ടുള്ള സലൂണാണ് കേട്ടോ. അപ്പോൾ അകത്ത് ഗേൾസിൻ്റെ സ്ട്രൈറ്റനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര കെമിക്കലിൻ്റെ സ്മെല്ലായിരുന്നു കേട്ടോ. എനിക്ക് തന്നെ തലവേദന എടുക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കളയണ്ടെന്ന് അങ്ങനെ വിചാരിച്ചു. കാരണം തലവേദന വന്നാൽ പിന്നെ എനിക്കൊന്നിനും പറ്റത്തില്ല കേട്ടോ. അന്നത്തെ ആ ഒരു ദിവസം എൻ്റെ പോവും. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫൈസിക്കുട്ടൻ മുടിയൊക്കെ വെട്ടിയിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ അവനെയും കൂട്ടിയിട്ട് പോയത് ചെരുപ്പ് എടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ 2-3 ഷോപ്പിൽ നമ്മളങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവനെ പറ്റിയത് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ ക്യൂബിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എപ്പോഴും ഫൈസിക്ക് ഇവിടെ നിന്നാണ് കേട്ടോ ചെരുപ്പ് എടുക്കുന്നത്. ഇവിടെ നിന്നാകുമ്പോൾ അവൻ എപ്പോഴും തന്നെ അങ്ങനെ കിട്ടാറുണ്ട്. നമ്മൾ സ്കൂൾ തുറക്കുന്ന ടൈമിലായിരുന്നു കേട്ടോ ഫൈസിക്ക് ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് അത് മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ചെറുതായിട്ട് പൊട്ടാറായിട്ടുണ്ട് കേട്ടോ. ഷൂവും ഷോക്സൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു മഴയൊക്കെ ആയതുകൊണ്ട് നനഞ്ഞൊരു ചെറിയ സ്മെല്ലും കാര്യങ്ങളൊക്കെ ക്ലാസ്സിലിരിക്കുന്ന ടൈമിൽ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരിപ്പം സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ ഷൂ ഷോക്സ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട, ചെരുപ്പ് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്കൂൾ തുറക്കുന്ന ടൈമിൽ വാങ്ങിയ ചെരുപ്പ് ഇപ്പോൾ ഏകദേശം 2 മാസത്തോളം ആയല്ലോ. അത്യാവശ്യം മുഷിഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ അർജൻറ്റായിട്ട് അങ്ങനെ ചെരുപ്പ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഫൈസിക്കുള്ള ചെരുപ്പൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അച്ചൂസിന് വേണ്ടിയിട്ടുള്ള ചെരുപ്പ് എടുത്തു. അവൻ ആദ്യമായിട്ടാണ് ചെരുപ്പ് എടുക്കുന്നത് കേട്ടോ. അതിന് മുമ്പ് നമ്മൾ ഷോക്സൊക്കെ ആയിരുന്നു ഇടിച്ചിരുന്നത്. പിന്നെ അണച്ചിക്കുള്ള ചെരുപ്പ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉമ്മച്ചിക്കുള്ള ചെരുപ്പ് അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് കേട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്തത്. പിന്നെ അതിൽ നിന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എനിക്കുള്ള ചെരുപ്പും കൂടെ നോക്കി. എനിക്ക് കഴിഞ്ഞ ദിവസമായിരുന്നു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അണിച്ചോനെ എല്ലാവർക്കും വാങ്ങല്ലേ, അപ്പോൾ നീ അങ്ങനെ എടുത്തോളാൻ പറഞ്ഞ് എടുപ്പിച്ചാണ്. പിന്നെ നമ്മൾ അത്തച്ചിക്കുള്ള ചെരുപ്പ് വാങ്ങിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കുമാണ് ഒരാൾ ഒരു കീ ചെയിനുമായിട്ട് വരുന്നത്. എനിക്കിത് വേണമെന്നും പറഞ്ഞപ്പോൾ അണിച്ച് ചോദിച്ചു ഇതിൻ്റെ യൂസ് എന്നാന്ന് അറിയാവുന്ന. യൂസൊന്നും അറിഞ്ഞിട്ടല്ല കേട്ടോ. അതിൽ 2 പാവക്കുട്ടിയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് പറക്കി ആൾക്ക് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കീ ചെയിൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ നമ്മുടെ കുട്ടി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫൈസി അച്ചൂസൊക്കെ നല്ല ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ തൊടുപുഴയിൽ നിന്ന് നേരെ മൂവാറ്റുപുഴയ്ക്കാണ് ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അണ്ണച്ചി പറയുന്നതാണ് ഈ ഒരു ഷോപ്പിൻ്റെ കാര്യം. ഇപ്പോൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ്. ക്ലബ് ഷവായ എന്നാണ് കേട്ടോ ഈ ഒരു ഷോപ്പിൻ്റെ പേര് വരുന്നത്. അങ്ങനെ ഷോപ്പിനകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ കളി കിട്ടിയത് മനസ്സിലാവുന്നത്. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അകത്ത് തിരക്കുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് പാഴ്സലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു, അതുപോലെ ബുക്ക് ചെയ്തിട്ട് നമ്മുടെ സീറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ ചെന്ന് നമ്മൾ ബുക്കൊക്കെ ചെയ്തിട്ട് കുറേ നേരം തന്നെ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അരമുക്കാൽ മണിക്കൂറത്തെ വെയിറ്റിങ്ങിന് ശേഷം നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എവിടെ ഇരിക്കുന്നെങ്കിലും അവിടെ തന്നെ 2 പേർക്കും ഇരിക്കണം കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ടായിരിക്കും മടി. പിന്നെ ചെറു വിധത്തിൽ നമ്മുടെ പൈസേനെ പുറത്തേക്ക് മാറ്റിയിരുത്തിയിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ മെനു കാർഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ഡിഷസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷായിട്ടുള്ള ഈ ഒരു ഷവായ തന്നെയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മസാല ഷവായയും അതുപോലെ അറേബ്യൻ ഷവായ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു മസാല ഷവായ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കിങ്ങനെ മസാലയുള്ള ഐറ്റംസൊക്കെ കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും അങ്ങനെ നോക്കിയിട്ടാണ് ഓർഡർ ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ കൂടെയായിട്ട് മന്തി റൈസ് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഫൈസിക്ക് റൈസ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കുബൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ മസാല ഷവായും അതുപോലെ റൈസൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തൊടുപുഴ മൂവാറ്റുപുഴയൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും ജസ്റ്റ് ഇത് പോയി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പെരി പെരി ഷവായാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിത് ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ മസാല എന്ന് കേട്ടപ്പോഴേക്കും ഞാൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞതാണ് കേട്ടോ. അപ്പം ഇതും അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മസാല ഉണ്ടായിരുന്നു. പിന്നെ കൂടെ നമ്മൾ പെപ്സിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്തു. അപ്പോൾ ഒരുപാട് റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് 600 രൂപ അത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സിലോടൊക്കെ കൂടി പോയിരുന്നു നല്ല ഹാപ്പി മൂഡിലിരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ക്ലബ് ഷവായ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഉള്ളവരാണെങ്കിൽ എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് ഡിഷസ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ മെയിനാണ് ഈ ഒരു ഷവായ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും 3 പീസ് നമ്മുടെ ഷവായയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങാനായിട്ട് നിന്നപ്പോഴേക്കും നല്ല മഴയായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ വണ്ടിയിൽ കയറി പോവുകയാണ്. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ അച്ചൂസ് ആണെങ്കിൽ അണ്ണച്ചിയുടെ അടുത്തേക്ക് പോകാനായിട്ടുള്ള ബഹളമായിരുന്നു കേട്ടോ. പിന്നെ അണ്ണച്ചി കുറച്ച് നേരം അവനെ പിടിച്ചുകൊണ്ട് അങ്ങനെ ഡ്രൈവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അണ്ണിച്ചാണെങ്കിൽ വണ്ടി കയറ്റിയിരുന്നത് നോക്കി അങ്ങനെ പൈസ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് എന്തിനാണെന്ന് വെച്ചാൽ അതിനകത്താണ് കേട്ടോ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് എടുത്തിട്ട് ഉമ്മച്ചിനെ അത്തച്ചിനെ അവരെ ഒന്ന് കാണിച്ചു കൊടുക്കാനാണ് കേട്ടോ. എന്ത് സാധനം നമ്മൾ കൊണ്ടുവന്നാലും അത് ഉമ്മച്ചിനെ അത്തച്ചിനെയും കാണിച്ച് അവർ നല്ലതാണെന്ന് പറഞ്ഞാലാണ് കേട്ടോ പൈസ ഹാപ്പി ആവത്തുള്ളൂ. അപ്പോൾ ഉമ്മച്ചിക്കുള്ള ചെരുപ്പ് ആദ്യം തന്നെ അവനെടുത്തോണ്ട് കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉമ്മച്ചി എത്തിച്ചില്ലാതെ അവർക്കുള്ള ചെരുപ്പ് അങ്ങനെ നോക്കുന്നത്. അപ്പോൾ സൈസ് കറക്റ്റാണോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിരുന്നാലും നല്ലപോലെ തന്നെ മാച്ചായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സമയം ഒരു 10 മണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പോഴേക്കും ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങോട്ട് തകർത്ത് പെയ്യാനായിട്ടുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. പിന്നെ പൈസ മച്ചൂസ് ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഏതായാലും നമ്മുടെ ഇന്നത്തെ കുട്ടി ഷോപ്പിംഗ് വീഡിയോസൊക്കെ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.